ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പെപ്റ്റൈഡിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പെപ്റ്റൈഡ്സ് ഇപ്പോൾ എന്റെ സ്കിൻ കെയർ വീഡിയോസും റൊട്ടീൻസും ഒക്കെ കാണുന്ന ആൾക്കാർക്കറിയാം. ഞാൻ എപ്പോഴും പറയും, ആന്റി ഏജിങ്ങിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് പെപ്റ്റൈഡ്സ്. അപ്പൊ നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിനൊക്കെ പറയും പെപ്റ്റൈഡ്സ്. അപ്പൊ എന്താണ് ഈ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു തരട്ടെ. പെപ്റ്റൈഡ്സിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ബോഡി ഓൾറെഡി കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ കൊളാജിനെ വീണ്ടും ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 24 ഏജിനൊക്കെ മുകളിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളാജിന്റെ എമൗണ്ട് ഒന്ന് കുറയും. അപ്പൊ അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം എന്താണ് പെപ്റ്റൈഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ കേട്ടിട്ടുണ്ട്. ഈ പ്രോട്ടീന്റെ ചെറിയ ചെറിയ ഫ്രാഗ്രൻസിനെയാണ് നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് പെപ്റ്റൈഡ്സ് കാരണം ഉണ്ടാവുന്നത്? ഒന്ന് കൊളാജൻ, രണ്ടാമത്തത് കെരാറ്റിൻ, മൂന്നാമത്തേന്ന് വെച്ചാൽ എലാസ്റ്റിൻ. ഇതെല്ലാം നമ്മുടെ ഹെയർ, സ്കിന്ന്, നെയിൽസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി കെയറിൽ പെപ്റ്റൈഡ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി പെപ്റ്റൈഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. പെപ്റ്റൈഡ്സ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പ്രോട്ടീൻസിന്റെയും അമിനോ ആസിഡ്സിന്റെയും ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാണ്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യും, അതായത് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും? അതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മളിങ്ങനെ പെപ്റ്റൈഡ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഒരു തെറ്റിദ്ധാരണ, സ്കിന്നിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ പണിയെടുപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിലോട്ട് നമ്മൾ പെപ്റ്റൈഡ്സ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഓക്കെ, അവിടെ എവിടെയൊക്കെ ഒരു ഇഞ്ചറി ഉണ്ട്, നമ്മൾ പോയി പണി എടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പോയി കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. സ്കിൻ അങ്ങനെയാണ് അവിടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ടോപ്പിക്കലായിട്ട് പെപ്റ്റൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ ബൂസ്റ്റ് ആവുന്നത്. ഇനി അടുത്ത എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, മോസ്റ്റ്ലി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴും നമ്മൾ പറയണമല്ലോ, ചില ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻഫ്ലമേറ്ററി ഫങ്ഷൻസ് വരും, പർജിങ്ങും സ്കിൻ ഇറിറ്റേഷൻസും ഇൻഫ്ലമേഷനും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം അവിടെ നിർത്തുക. പക്ഷെ ഒരു 99% ആൾക്കാർക്ക് ഉണ്ടാവാറില്ല, ഒരു 1% ഉള്ളൂ. പക്ഷെ ഞാൻ ആ 1% എല്ലാവരും 100% നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1% കാര്യം എടുത്തു പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും റെറ്റിനോൾ ആണ് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ പക്ഷെ എല്ലാവർക്കും അറിയാം, റെറ്റിനോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റത്തില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഭയങ്കര തിൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ റെറ്റിനോൾ എത്ര പർജിങ് ഇല്ലാത്ത റെറ്റിനോൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഇറിറ്റേഷൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ റെറ്റിനോൾ പർജിങ്ങിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് പെപ്റ്റൈഡ്. അപ്പൊ റെറ്റിനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും എന്നുള്ളവർ കൺഫേം ആണ്. അപ്പൊ അവരുടെ പെപ്റ്റൈഡ് ഉപയോഗിക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പെപ്റ്റൈഡ് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ നല്ല കുറവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെപ്റ്റൈഡ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര വില കൂടെ പെപ്റ്റൈഡ് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, അങ്ങനെയില്ല. നമ്മുടെ സാധാരണ ഏറ്റവും കുറഞ്ഞ പെപ്റ്റൈഡ്, വില കുറഞ്ഞ പെപ്റ്റൈഡ് വാങ്ങിച്ചാലും പണി നടക്കും. ഞാൻ പറയത്തില്ലേ, നമ്മുടെ സ്കിൻ കെയർ ലക്ഷറി ബ്രാൻഡിന്റെ പോയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട സാധനം ചിലപ്പോൾ നല്ല വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ളതിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിൽ നോക്കിയാലും മതി. അല്ലാണ്ട് കുറേ പൈസ 3000-4000 രൂപയൊന്നും കൊടുത്ത് നിങ്ങൾ പെപ്റ്റൈഡ്സ് വാങ്ങിക്കേണ്ട. നമ്മൾ സാധാരണ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള കൊളാജൻ ബൂസ്റ്റ് നമുക്ക് കിട്ടും. ഇനി എത്ര ടൈപ്പ് പെപ്റ്റൈഡ്സ് ഉണ്ടെന്ന് പറയാം. പ്രധാനമായിട്ടും 4 ടൈപ്പ് പെപ്റ്റൈഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേന്ന് വെച്ചാൽ കാരിയർ പെപ്റ്റൈഡ്, അതായത് നിങ്ങൾ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസിനെയൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന പെപ്റ്റൈഡ്സ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോ ഏജിങ്, അതായത് നമ്മുടെ സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ, അതിനെയൊക്കെ തടയാനായിട്ടാണ് കാരിയർ പെപ്റ്റൈഡ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ എൻസൈം പെപ്റ്റൈഡ്സ്. എൻസൈം പെപ്റ്റൈഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ എൻസൈം ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കോജിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മൾ തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന്, അതായത് നമ്മൾ മെലാനിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് തടയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഉള്ളൊരു പെപ്റ്റൈഡ്സ് ആണ് നമ്മൾ എൻസൈം ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ്. മൂന്നാമത്തേന്ന് വെച്ചാൽ സിഗ്നലിംഗ് പെപ്റ്റൈഡ്സ്. ഈ സിഗ്നലിംഗ് പെപ്റ്റൈഡ്സ് ആണ് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ശരീരത്തിൽ മുറിവുണ്ടേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന സാധനം. നാലാമത്തേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ട്, നമ്മൾ ബോട്ടോക്സിന്റെ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെപ്റ്റൈഡ്സ് എവിടെയെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് ഈ ഒരു റിങ്കിൾസ് ഒക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ മൂവ്മെന്റ് കാരണമാണ്. അപ്പോൾ അതിനെ ഒന്ന് തടയാനായിട്ട്, ആ ഒരു മൂവ്മെന്റ് വരുത്തുന്ന ആ ഒരു റിങ്കിൾസിനെ ഉണ്ടാവുന്ന റിങ്കിൾസിനെ തടയാനായിട്ട് ഈ ഒരു പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോ ബോട്ടോക്സ് പോലെ ലോങ് ലാസ്റ്റിംഗ് അങ്ങനെയൊന്നും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടും. പക്ഷെ കറക്റ്റ് ബോട്ടോക്സിന്റെ എഫക്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ
നമ്മുടെ നോർമലി നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ അൺഈവൻ ആയിട്ട് വരുന്ന റിങ്കിൾസിനെ നമുക്ക് തടയാനും പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ന്യൂറോ ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആർജിനിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എൻസൈം ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ്, അവിടെ പ്രധാനമായിട്ടും വരുന്നത് രണ്ടെണ്ണമാണ്. അത് രണ്ടും നമ്മുടെ പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ റൈസിൽ നിന്ന് ഉണ്ടാക്കുന്നതും, രണ്ടാമത്തേന്ന് വെച്ചാൽ സോയ ഡിറൈവ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. റൈസിൽ നിന്ന് ഉണ്ടാക്കുന്ന കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റിങ്കിൾസ് തടയാനായിട്ടാണ്. പക്ഷേ സോയിൽ നിന്ന് വരുന്ന എൻസൈം പെപ്റ്റൈഡ്സ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻസും ഒക്കെ മാറ്റാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പെപ്റ്റൈഡ്സ് എങ്ങനെയൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓൾറെഡി പെപ്റ്റൈഡ് എന്താന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെപ്റ്റൈഡ്സ് പറഞ്ഞു, പെപ്റ്റൈഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറിലോട്ട് പോയാൽ എന്തിനാണ് നമ്മൾ പെപ്റ്റൈഡ് ഉപയോഗിക്കുന്നത്? പെപ്റ്റൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഞാൻ പറഞ്ഞ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ നമ്മൾ പറയത്തില്ല സ്കിൻ തൂങ്ങാതിരിക്കാനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെപ്റ്റൈഡ് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, സ്കിൻ ബാരിയർ ഡാമേജ്ഡ് സ്കിൻ ബാരിയർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പെപ്റ്റൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെപ്റ്റൈഡ് നമ്മുടെ സ്കിൻ കെയറിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം സ്കിൻ കെയർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ഫോളിയേഷനേക്കാളും അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനേക്കാളും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം സ്കിൻ ബാരിയർ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും അത് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഹൈപ്പർ പിഗ്മെന്റേഷൻ വീണ്ടും വരാതിരിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും പിന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഒരു ഗ്ലോയി സ്കിന്നൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യും, സ്കിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പെപ്റ്റൈഡിന്റെ, എനിക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പെപ്റ്റൈഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ബാരിയർ നല്ല പ്രോപ്പറായിട്ട് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പെപ്റ്റൈഡ്സിന്റെ കുറച്ച് ഡ്രോബാക്സ് പറഞ്ഞു. ഡ്രോബാക്സ് എന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രോബാക്സ് അല്ല, നമ്മൾ അത് പെപ്റ്റൈഡ് വെച്ചിട്ട് കുറെ ക്ലെയിമിങ് വരുന്നുണ്ട്. ആ ക്ലെയിമിങ് കാരണം നമ്മൾ കുറെ തെറ്റിദ്ധാരണകൾ നടത്തുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ബോട്ടോക്സിന്റെ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയും ബോട്ടോക്സിന് പകരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ അത്രയും റിസൾട്ട് കിട്ടും. ഇല്ല, ഒരു ബോട്ടിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെപ്റ്റൈഡിന്റെ ഫലം കിട്ടത്തില്ല. ഒരുപാട് ബോട്ടിലുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഫലം കിട്ടത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തേന്ന് വെച്ചാൽ അത് ബോട്ടോക്സിന് റീപ്ലേസ് ചെയ്യത്തില്ല. അപ്പം നമ്മുടെ നാട്ടിലോട്ടൊന്നും ബോട്ടോക്സ് അത്ര വരാത്തതുകൊണ്ട് നമുക്കതൊന്നും ഒരു ഇതല്ല. സ്റ്റിൽ ഞാൻ പറയാണ്, ബോട്ടോക്സിന്റെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെപ്റ്റൈഡ് യൂസ് ചെയ്യണം. അതിന് ബോട്ടോക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. അല്ലെങ്കിൽ വേറെ മൈക്രോ നീഡ്ലിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്കിൻ കണ്ടീഷന് വേണ്ടിയിട്ട് പെപ്റ്റൈഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ആ ഒരു രീതിയിലോട്ട് നമ്മൾ പെപ്റ്റൈഡ്സ് എത്തിയിട്ടില്ല റിസർച്ച് ചെയ്തിട്ട്. അത് കാരണം നമ്മൾ നല്ല പ്രൂവ് ചെയ്തിട്ടുള്ള സയൻസ് ഉള്ള സാധനങ്ങൾ നമുക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുക, ആന്റി ഓക്സിഡന്റ് പകരമൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ സി ആണ് നല്ലത് പെപ്റ്റൈഡിനേക്കാൾ. ഞാൻ അങ്ങനെ പറയുള്ളൂ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനാണെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെലാസ്മ ഇല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യുക ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി. അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആൽഫ ആർബിറ്റിൻ കോജിക് ആസിഡ് അങ്ങനെ വേറെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ബാരിയർ റിപ്പയർ ഒക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് സെറമൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലിസറിൻ, സെറമൈഡ്, ഹൈലോണിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട്. പിന്നെ ആന്റി ഏജിങ്ങിനാണെങ്കിൽ നമുക്ക് റെറ്റിനോൾ ഉണ്ട്. പക്ഷെ റെറ്റിനോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് പെപ്റ്റൈഡ് ആൾട്ടർനേറ്റീവ് ആയിട്ട് പെപ്റ്റൈഡ് ഉപയോഗിക്കാം. അങ്ങനെയുള്ളൂ. പക്ഷെ ഇപ്പൊ റെറ്റിനോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് പെപ്റ്റൈഡ് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതായത് നമുക്ക് പെപ്റ്റൈഡ് എന്തിന്റെ കൂടെയും ഞാൻ കൂടുതലും പെപ്റ്റൈഡ് നൈറ്റ് യൂസ് ചെയ്യാനേ പറയത്തുള്ളൂ. പെപ്റ്റൈഡ് നമുക്ക് നൈറ്റ് എന്തിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് പെപ്റ്റൈഡ് യൂസ് ചെയ്യാന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ സ്കിൻ പ്രോബ്ലത്തിനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്കിൻ കൺസേണിനോ അല്ലെങ്കിൽ ആന്റി ഏജിങ് മാത്രമായിട്ട് പെപ്റ്റൈഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് ലെയർ ചെയ്യാം, 2-3 പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം റെറ്റിനോളിന്റെ കൂടെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്ലസ് എഫക്റ്റ് കിട്ടും എന്നുള്ളതല്ലാണ്ട് പെപ്റ്റൈഡിന് മാത്രം തനിയെ നിന്ന് ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള കപ്പാസിറ്റി പെപ്റ്റൈഡ്സിന് ഇല്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പെപ്റ്റൈഡ്സിന്റെ കുറച്ച് റെക്കമെൻഡേഷനിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയും നമ്മൾ പെപ്റ്റൈഡ്സ് ഒരിക്കലും ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു സാധനം വാങ്ങിയിട്ട് അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് പെപ്റ്റൈഡ് നിങ്ങൾക്ക് വലിയ വില കൂടി പെപ്റ്റൈഡ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതൊരു കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങിച്ചോളൂ. പക്ഷേ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ കാശ് ചെലവാക്കിയിട്ട് ആഡ് ഓൺ ആയിട്ട് പെപ്റ്റൈഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഫോർഡബിൾ ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് എന്ന് ഉള്ളതെന്ന് വെച്ചാൽ
ഒന്ന് എൻ്റെ ഫേവറേറ്റ് ഞാൻ കറന്റ്ലി ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മിനിമലിസ്റ്റിന്റെ മൾട്ടിപെപ്റ്റൈഡ്. അതല്ലെങ്കിൽ നമ്മുടെ നൈക്കയുടെ സ്കിന്നിനകത്തുള്ള 2% മൾട്ടിപെപ്റ്റൈഡ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളും മൾട്ടിപെപ്റ്റൈഡും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡീകൺസ്ട്രക്റ്റിലും ഉണ്ട്. അത് മൂന്നും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. പിന്നെ കുറച്ച് ഹയർ റേഞ്ചിലോട്ട് പോവാണെങ്കിൽ ഇത് ഓർഡിനറിയിലുണ്ട്. അതുപോലെ തന്നെ അമീനോയുടെ കോപ്പർ പെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഓലയുടെ മൾട്ടിപെപ്റ്റൈഡും നല്ലൊരു ഓപ്ഷനാണ്. ഇത് മൂന്നും കുറച്ച് ഹയർ റേഞ്ചിലോട്ടുള്ളതാണ്. അമീനോയുടെയൊക്കെ സംഭവം നല്ലതാണ്, പക്ഷെ സ്റ്റിൽ 4000 റുപ്പീസ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളിപ്പോൾ സാധാരണക്കാർ അത്രയും കൊടുത്തിട്ട് മൾട്ടിപെപ്റ്റൈഡ് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല. അപ്പൊ അത്രയാണ് നമ്മളൊരു പെപ്റ്റൈഡ്സിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് എനിക്കറിയാം. കുറച്ചേ ഉള്ളൂ. കാരണം പക്ഷെ ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്കും ഇപ്പൊ പെപ്റ്റൈഡ്സിനെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ പെപ്റ്റൈഡ് ഇങ്ങനെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും ആന്റി ഏജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധാരണകൾ കാരണം ഒരുപാട് ആൾക്കാർ റെറ്റിനോളും വിറ്റാമിൻ സി കോജിക് ആസിഡും ഒക്കെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പെപ്റ്റൈഡ്സ് നല്ല റേറ്റ് കൂടി വാങ്ങിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെപ്റ്റൈഡിനെ പറ്റി പറഞ്ഞത്. പെപ്റ്റൈഡ് നല്ലതാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പെപ്റ്റൈഡ് നല്ലതാണ്. പക്ഷേ നമ്മുടെ വിറ്റാമിൻ സി കോജിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ പോലെയുള്ള സാധനങ്ങളെ ഡിച്ച് ചെയ്തിട്ട് പെപ്റ്റൈഡ് വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് അല്ലെന്നേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെപ്റ്റൈഡ്സിനെ പറ്റിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്.